Hi all, welcome to Competitive Cracker. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനുവരി 2024 നടന്ന സെറ്റ് എക്സാമിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, സെലക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡിപ്പെൻഡന്റ് വേരിയബിൾ ഇൻ റിസർച്ച്? റിസർച്ചിൽ ഡിപ്പെൻഡന്റ് വേരിയബിൾ ഉണ്ട്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്. ഡിപ്പെൻഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആ വാക്കിൽ തന്നെ ഉണ്ടല്ലേ, എന്തെങ്കിലുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. ഇൻഡിപെൻഡന്റ് മീൻസ് ഇറ്റ് സ്റ്റാൻഡ് ബൈ ഇറ്റ്സ് ഓൺ. അപ്പൊ ഇതിൽ നിന്ന് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും എന്താണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ഏജ് ഓഫ് ദ റെസ്പോണ്ടന്റ്, ജെൻഡർ ഓഫ് റെസ്പോണ്ടന്റ്, എക്സ്പെരിമെന്റൽ കണ്ടീഷൻസ്, ടെസ്റ്റ് സ്കോർ ഓഫ് ദി റെസ്പോണ്ടന്റ്. ഫസ്റ്റ് വൺ നോക്കിക്കേ, ഏജ് ഓഫ് ദ റെസ്പോണ്ടന്റ്. ഒരു വ്യക്തിയുടെ പ്രായം അത് മറ്റെന്തിനെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണോ? അല്ല, അതൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ജെൻഡർ ഓഫ് റെസ്പോണ്ടന്റ്, മെയിൽ ഫീമെയിൽ ജെൻഡർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ദെൻ എക്സ്പെരിമെന്റൽ കണ്ടീഷൻസ്, നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുവാനായിട്ട് റിസർച്ചർ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് ആണ് അല്ലെ, ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് കണ്ടീഷൻസ്. അത് എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്, നമ്മുടെ ഓൺ ചോയ്സിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എക്സ്പെരിമെന്റൽ കണ്ടീഷൻസ്. ഇനി ടെസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ അല്ലെ, ടെസ്റ്റ് സ്കോർ ആണ് അതിന്റെ ആൻസർ. കാരണം ടെസ്റ്റ് സ്കോർ എന്ന് പറയുമ്പോൾ ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ടെസ്റ്റ് സ്കോർ നമ്മൾ കണ്ടെത്തുന്നത് അല്ലെ. ഇപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരാളെ ക്വസ്റ്റ്യനെയർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇന്റർവ്യൂ നടത്തുന്നു അല്ലെ. അയാളുടെ ഏജ്, അയാളുടെ ജെൻഡർ, അയാളുടെ ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ അയാളുടെ പേഴ്സണാലിറ്റി, ഒരുപാട് ഫാക്ടേഴ്സ് അല്ലെ, അയാളുടെ ലിവിങ് എൻവയോൺമെന്റ്, അങ്ങനെ ഒത്തിരി ഫാക്ടേഴ്സ്, അയാളുടെ എഡ്യൂക്കേഷൻ, അങ്ങനെ ഡിഫറെന്റ് ഫാക്ടേഴ്സ് ആ ഒരു ടെസ്റ്റ് സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് ടെസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് ഒരു ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. From the following, what is the role of significance in hypothesis testing? Role of significance in hypothesis testing എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ വരുന്നത്? It is the probability of rejecting a null hypothesis when it is actually true. എന്താണ്? ഒരു null hypothesis actually true ആയിരിക്കുമ്പോൾ നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്യുന്നു. സോ റോൾ ഓഫ് സിഗ്നിഫിക്കൻസ് ഇൻ ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് a null hypothesis when it is actually true. അതിന്റെ എന്താണ് റോൾ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്? എത്രയാണ്? 5% ആണ്. റോൾ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് 5% ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. Then next one, the variables that are not related to the purpose of the study but may affect the dependent variable are termed as dash variable. നമ്മുടെ പർപ്പസ് ഓഫ് ദ സ്റ്റഡിയുമായിട്ട് ഡയറക്റ്റ്ലി അതിന് ബന്ധമൊന്നുമില്ല, പക്ഷെ നമ്മുടെ സ്റ്റഡീനെ, മറ്റ് വേരിയബിൾസിനെ ഇത് എന്താണ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള വേരിയബിൾസിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? കണ്ടിന്യൂസ്, എക്സ്ട്രേനിയസ്, ഡിപ്പെൻഡന്റ്, ഡിസ്ക്രീറ്റ്. എന്താണ് കണ്ടിന്യൂസ് വേരിയബിൾ? കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ വാക്കിൽ തന്നെ ഉണ്ട്, കണ്ടിന്യൂസ് ആണ്. അതൊരു റേഞ്ച് ആണ് കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഹൈറ്റ് അല്ലെ, ഇത്ര സെന്റിമീറ്റർ തൊട്ട് ഇത്ര സെന്റിമീറ്റർ ഹൈറ്റ് വരെ. അപ്പൊ അത് ഒരു റേഞ്ചിനെ കാണിക്കുന്നതാണ് കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുന്നത്. ദെൻ എക്സ്ട്രേനിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ സ്റ്റഡിയുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ബന്ധമില്ല, പക്ഷേ മറ്റ് വേരിയബിൾസിനെ ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഏജ്, ഒരാളുടെ പ്രായം. നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 60 വയസ്സുള്ള ഒരാളോട് നമ്മളൊരു കാര്യം ചോദിക്കുന്നതും 14 വയസ്സല്ലെ 15 വയസ്സോ അങ്ങനെയുള്ളൊരു യങ്ങറിനോട് നമ്മളൊരു കാര്യം ചോദിക്കുമ്പോഴും അവരുടെ ഉത്തരം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ജെൻഡർ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പം അങ്ങനെയുള്ള എക്സ്ട്രേനിയസ്, വെളിയിൽ നിന്ന് വരുന്ന, ആ വാക്കിൽ തന്നെ ഉണ്ട് എക്സ്ട്രാ അല്ലെ, എക്സ്ട്രേനിയസ് ആയിട്ടുള്ള വേരിയബിൾ, എക്സ്ട്രാ വരുന്ന വേരിയബിൾസ് ആണ്. അപ്പൊ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് എക്സ്ട്രേനിയസ് ആണ്. ദെൻ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന വേരിയബിൾസ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ അത് എന്താണെന്ന് പറഞ്ഞതാണ്. ദെൻ ഡിസ്ക്രീറ്റ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് വാല്യൂ, ഒരു സ്പെസിഫിക്, ഫോർ എക്സാമ്പിൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്, ഒരു കൃത്യ എണ്ണം കാണും അല്ലെ. അല്ലെങ്കിൽ നമ്പർ ഓഫ് കാർസ് പാർക്ക് ചെയ്തിരിക്കുന്ന കാറിന്റെ എണ്ണം, ഒരു കൃത്യമായിട്ടുള്ള, അത് കണ്ടിന്യൂസ് അല്ല, അത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വാല്യൂ, അതാണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. സോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് എക്സ്ട്രേനിയസ് ആണ്. എക്സ്ട്രേനിയസ് വേരിയബിൾസ് ആണ് എന്ത്? ഡയറക്ട്ലി നമ്മുടെ സ്റ്റഡീനെ അത് എന്താണ് പറയുന്നത്, സ്റ്റഡിയിൽ എഫക്ട് ചെയ്യുന്നില്ല, പക്ഷെ ഇൻഡയറക്ട്ലി അല്ലെ നമ്മുടെ വേരിയബിൾസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതാണ് എക്സ്ട്രേനിയസ് വേരിയബിൾസ്. നെക്സ്റ്റ്, സോഴ്സ് ലിസ്റ്റ് ഓഫ് ദ സാമ്പിൾ ഡിസൈൻ ഈസ് നോൺ ആസ്. സോഴ്സ് ലിസ്റ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സാമ്പിൾ ഡിസൈനിന്റെ
source list. First one is universe, sampling frame, സാമ്പിളിംഗ് പ്രൊസീജിയർ. യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആ വാക്കിൽ തന്നെ ഉണ്ട്, ദ എൻറ്റയർ പോപ്പുലേഷൻ. എന്താണോ നമ്മുടെ സ്റ്റഡി, നമ്മൾ എന്താണോ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനകത്ത് വരുന്ന എൻറ്റയർ പോപ്പുലേഷനെ നമ്മൾ യൂണിവേഴ്സ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ കോളേജ് സ്റ്റുഡൻസിൻ്റെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ ട്രാൻസ്പോർട്ടേഷൻ പ്രിഫറൻസ്, അതാണ് നമ്മളുടെ സ്റ്റഡി സബ്ജക്റ്റ്, നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇന്ത്യയിലെ കേസ് ആണെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ കോളേജ് സ്റ്റുഡൻസും എന്തിൽ വരുന്നു? യൂണിവേഴ്സിൽ പെടുന്നു. ദ നെക്സ്റ്റ് വൺ സാമ്പിളിംഗ്. സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, നമ്മൾ ഒരു സെലക്ട് ചെയ്യുകയാണ് അല്ലെ, ഒരു ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള കാറ്റഗറിയെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സാമ്പിളിംഗ്. നമുക്ക് സ്റ്റഡി ചെയ്യാൻ ആവശ്യമായിട്ടുള്ളതിനെ തിരഞ്ഞെടുക്കുന്നതാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ദെൻ സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ യൂണിവേഴ്സിന്റെ ഒരു പാർട്ടാണ്, യൂണിവേഴ്സിന്റെ കീഴിൽ വരുന്നതാണ് സാമ്പിളിംഗ് ഫ്രെയിം. അതായത് എൻറ്റയർ പോപ്പുലേഷനിൽ നിന്നും നമ്മൾ ചിലപ്പോൾ ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കോളേജ് സ്റ്റുഡൻസിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം കോളേജ് സ്റ്റുഡൻസ് നമ്മൾ എന്താണ്, ചില സെലക്റ്റഡ് കോളേജുകൾ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കോളേജ്, ഒരു പർട്ടിക്കുലർ കോളേജിൻ്റെ രജിസ്റ്റർ നോക്കിയിട്ട് നമ്മൾ എന്താണ്, കുറച്ച് സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സോഴ്സ് ലിസ്റ്റ്, ഒരു സോഴ്സിൽ നിന്നാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ളതിനെ പറയുന്ന പേരാണ് സാമ്പിളിംഗ് ഫ്രെയിം. ദ നെക്സ്റ്റ് വൺ ഈസ് സാമ്പിളിംഗ് പ്രൊസീജിയർ. നമ്മൾ എങ്ങനെയാണ് സാമ്പിളിംഗ് ചെയ്യുന്നത്, അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? റാൻഡം സാമ്പിളിംഗ് ഉണ്ട്, നോൺ റാൻഡം സാമ്പിളിംഗ് ഉണ്ട്, അങ്ങനെ കുറേ തരത്തിലുള്ള, അല്ലെ, റാൻഡം സാമ്പിളിങ്ങിൽ തന്നെ പലതരത്തിൽ വരുന്നുണ്ട്, നോൺ റാൻഡം ഉണ്ട്. അപ്പോൾ ഇതിൽ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? സോഴ്സ് ലിസ്റ്റ്. ഒരു സോഴ്സ് ലിസ്റ്റിൽ നിന്നും, ഒരു സോഴ്സിൽ നിന്നും നമ്മൾ ലിസ്റ്റ് ചെയ്ത് എടുത്ത് സാമ്പിൾ ഡിസൈൻ ചെയ്യുന്നത്, എങ്ങനെ സാമ്പിൾ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതിന് പറയുന്ന പേരാണ് സാമ്പിളിംഗ് ഫ്രെയിം. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ 60 ദിവസം കൊണ്ട് നിങ്ങൾക്ക് സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കൊമേഴ്സ് HSST വിളിക്കുവാണ്, അല്ലെ, ജൂണിൽ വിളിക്കും എന്ന് തീർച്ചയായിട്ടുണ്ട്. അപ്പോൾ സെറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾ ആരും ആ ഒരു അവസരം നിങ്ങൾക്ക് കിട്ടാതിരിക്കരുത്. അത് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക, നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ BEd ഒക്കെ എടുത്തവരാണ്. അപ്പം ഇനി 60 ദിവസം മതിയോ സെറ്റ് എക്സാമിന്? മതി, തീർച്ചയായിട്ടും 60 ദിവസം മതി സെറ്റ് എക്സാമിന് നല്ല വൃത്തിയായിട്ട് പഠിക്കാൻ. നിങ്ങൾ എത്ര നാൾ പഠിച്ചു എന്നുള്ളതൊന്നും അല്ല കാര്യം. ഇനിയുള്ള 60 ദിവസം വളരെ നല്ല രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ച് ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. In case of research, a measuring instrument is said to be reliable if it provides dash results. ഒരു റിസർച്ചിൽ ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് റിലയബിൾ ആകണമെങ്കിൽ, റിലയബിൾ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, റിലയബിൾ ആകണമെങ്കിൽ അത് എന്ത് തരത്തിലുള്ള റിസൾട്ടാണ് കൊടുക്കേണ്ടത്? ട്രൂ, വാലിഡ്, ഗുഡ്, കൺസിസ്റ്റന്റ്. ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ട്രൂ റിസൾട്ട് നൽകണം, വാലിഡ് ആയിട്ടുള്ള റിസൾട്ട് നൽകണം, ഗുഡ് റിസൾട്ട് നൽകണം. പക്ഷേ റിലയബിൾ ആകുന്ന എപ്പോഴാണ്? അത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് നൽകുമ്പോഴാണ്. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് അത് ഉപയോഗിക്കുമ്പോഴും, അല്ലെ, റിപ്പീറ്റഡ് ആയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴും കൺസിസ്റ്റന്റ് വാല്യൂ നൽകുവാൻ പൊട്ടൻഷ്യൽ അതിന് ഉണ്ടെങ്കിലാണ് നമ്മൾ അതിനെ എന്ത് പറയുന്നത്? എന്തെങ്കിലും ഒരു സാധനം റിലയബിൾ ആണ് എന്ന് പറയുന്നത്. സോ കൺസിസ്റ്റൻസി ആണ് അതിൽ വരുന്നത്. നെക്സ്റ്റ്, ഡാഷ് ആർ ലീനിയർ ഇനീക്വാലിറ്റീസ് വിച്ച് ലിമിറ്റ് ദി വാല്യൂസ് ഓഫ് ഡിസിഷൻ വേരിയബിൾസ്. ലീനിയർ ഇനീക്വാലിറ്റീസ്, അതായത് നമ്മുടെ ഡിസിഷൻ വേരിയബിൾസിനെ ലിമിറ്റ് ചെയ്യുന്ന ലീനിയർ ഇനീക്വാലിറ്റീസിനെ പറയുന്ന പേര് കോൺസ്ട്രെയിൻസ് ആണോ, പ്രോബബിൾ എറേഴ്സ് ആണോ, ഡിസിഷൻ വേരിയബിൾസ് ആണോ, കോഎഫിഷ്യന്റ് ആണോ? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ x + 2y ഈസ് ലെസ് ദാൻ 2000. ഇപ്പോൾ x എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് ആണെന്ന് വെച്ചോളൂ, y എന്ന് പറയുന്നത് മറ്റൊരു പ്രോഡക്റ്റ് ആണ്. ഈ എക്സിൻ്റെ പ്രൊഡക്ഷൻ പ്ലസ് ഈ വൈയുടെ ട്വൈസ് എന്ന് പറയുന്നത് 2000 യൂണിറ്റ്സിനേക്കാളും കൂടാൻ പാടില്ല. എക്സിൻ്റെ പ്രൊഡക്ഷനും വൈയുടെ പ്രൊഡക്ഷനും ആ പ്രൊഡക്റ്റുകൾ 2000 യൂണിറ്റ്സിൽ കൂടുതൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ നമുക്കൊരു ലിമിറ്റേഷൻ ആണ്, അല്ലേ? 2000 എന്ന് പറയുന്നത് അതിനുള്ളിൽ നിന്ന് നമ്മൾ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ലിമിറ്റേഷൻ ആണ്. നമ്മളെ ലിമിറ്റ് ചെയ്യുകയാണ് നമ്മുടെ ആക്ടിവിറ്റീനെ. അപ്പോൾ അതിൽ തന്നെ എന്തുണ്ട്? ഇനീക്വാലിറ്റി. ഇതിനെയാണ് നമ്മൾ ലീനിയർ ഇനീക്വാലിറ്റീസ് എന്ന് പറയുന്നത്. അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഇത്ര യൂണിറ്റ്, ഗ്രേറ്റർ ദാൻ ഇത്ര യൂണിറ്റ്, അതാണ് ലീനിയർ ഇനീക്വാലിറ്റീസ്. അപ്പോൾ അതിനെ എന്താണ് പറയുന്നത്? അതിന് പറയുന്ന പേരെന്ന് പറയുന്നത് കോൺസ്ട്രെയിൻസ് ആണോ,
പ്രോബബിൾ എറേഴ്സ് ആണോ, ഡിസിഷൻ വേരിയബിൾസ് ആണോ, കോഎഫിഷ്യൻസ് ആണോ? കോൺസ്ട്രെയിൻസ് ആ വാക്കിൽ തന്നെ ഉണ്ട് എന്ത്? തടസ്സങ്ങൾ, കോൺസ്ട്രെയിൻസ് അല്ലേ? അതായത് റിസോഴ്സസ്, ലേബർ അവർ, നമ്മുടെ എന്താണ് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ എല്ലാം എന്താണ് ലിമിറ്റ് ചെയ്യുക, അതാണ് അല്ലെ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൽ നിന്ന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക, അതിനെയാണ് കോൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. പ്രോബബിൾ എറേഴ്സ്, നമുക്ക് വരാൻ ചാൻസ് ഉള്ള സാധ്യതയുള്ള തെറ്റുകൾ, അതാണ് പ്രോബബിൾ എറേഴ്സ്. ഡിസിഷൻ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന വേരിയബിൾസ് ഡിസിഷൻ മേക്കിംഗ് ആണ്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഒരു കടയിൽ പോയി കുറച്ച് ആപ്പിൾ വാങ്ങിക്കണം, അപ്പം എത്ര ആപ്പിൾ വാങ്ങിക്കണം, ഏത് ക്വാളിറ്റിയിൽ വാങ്ങിക്കണം, ഇതെല്ലാം നമ്മുടെ ഡിസിഷൻ വേരിയബിൾസ് ആണ്. കോഎഫിഷ്യന്റ് എന്താണ്? വേരിയബിൾസിന്റെ കൂടെ സ്റ്റാൻഡ് ചെയ്യുന്നത്. ഇവിടെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 2, 1, ഇതൊക്കെയാണ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ലീനിയർ ഇനീക്വാലിറ്റീസ് എന്ന് പറയുന്നത്? കോൺസ്ട്രെയിൻസ്, തടസ്സങ്ങൾ, വാക്കിന്റെ അർത്ഥത്തിൽ തന്നെ ഉണ്ട്. നെക്സ്റ്റ് വൺ, ക്രിട്ടിക്കൽ പാത്ത് ഇൻ CPM റെപ്രസെൻസ്. എന്താണ് CPM എന്ന് പറഞ്ഞാൽ? ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. ക്രിട്ടിക്കൽ പാത്ത് ഇൻ CPM എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, നമ്മളൊരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ്, ആ പ്രോജക്റ്റ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? ആ പ്രോജക്റ്റിനെ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ആയിട്ട്, പല ടാസ്കുകളായിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ടാസ്ക് A, B, C, D എന്നിങ്ങനെ നമ്മൾ പല ടാസ്കുകളായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ ഏത് ടാസ്ക് ആദ്യം ചെയ്യണം, ഏത് രണ്ടാമത് ചെയ്യണം, അങ്ങനെ നമ്മൾ അതിനെ വളരെ നല്ലൊരു സീക്വൻഷ്യൽ ഓർഡറിൽ നമ്മൾ അതിനെ അറേഞ്ച് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടാസ്കുകൾ, ഈ ഓരോ ഇൻഡിവിജ്വൽ ടാസ്കുകളും ഡിലേ ഇല്ലാതെ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. അങ്ങനെ ഓവറോൾ ടാസ്ക് കറക്റ്റ് ടൈമിൽ ചെയ്യുക. അപ്പോൾ ഈ ഡിലേ നമ്മൾ പറയുന്ന പേരാണ് ഫ്ലോട്ട് അല്ലെങ്കിൽ സ്ലാക്ക് എന്ന് പറയുന്നത്. ഈ ടാസ്കുകൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിലേ, ഈ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിലേ നമ്മൾ പറയുന്ന പേരാണ് ഫ്ലോട്ട് അല്ലെങ്കിൽ സ്ലാക്ക്. അത് നമ്മുടെ ഓവറോൾ പ്രോജക്റ്റ് കംപ്ലീഷൻ പീരീഡിനെ എഫക്റ്റ് ചെയ്യുന്നില്ല, ഓവറോൾ പ്രോജക്റ്റ് കംപ്ലീഷനെ എഫക്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ ഈ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസിനെ എഫക്റ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഫ്ലോട്ട് അല്ലെങ്കിൽ സ്ലാക്ക് എന്ന് പറയുന്നത്. അപ്പം ഫ്ലോട്ട്, ഡിലേ, സ്ലാക്ക് എന്ന് പറയുന്ന ഈ ഒരു ഫ്ലോട്ട് അല്ലെങ്കിൽ സ്ലാക്ക് ഇല്ലാതെ നമുക്ക് ഒരു പ്രോജക്റ്റ് ചെയ്യുവാനായിട്ട്, ഈ ടാസ്കുകൾ എല്ലാം നമുക്ക് ബ്രേക്ക് ഇല്ലാതെ ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിക്കോ, ഈ ടാസ്ക് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ അതൊരു ലോങ്ങസ്റ്റ് പാത്ത് ആയിരിക്കും, അതിൽ ബ്രേക്ക് വരുമ്പോൾ അത് സ്മോളസ്റ്റ് ആവില്ലേ? അപ്പോൾ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ദ ലോങ്ങസ്റ്റ് പാത്ത് ഇൻ ദ പ്രോജക്റ്റ് നെറ്റ്വർക്ക്. അതായത് പ്രോജക്റ്റ് നെറ്റ്വർക്കിലെ ലോങ്ങസ്റ്റ് പാത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിട്ടിക്കൽ പാത്ത് ഇൻ CPM എന്ന് പറയുന്നത്. ഇൻ ലീനിയർ പ്രോഗ്രാമിംഗ്, ഷാഡോ പ്രൈസ് ഇസ് നോൺ ആസ് ഡാഷ് പ്രൈസ്. ഷാഡോ പ്രൈസിന് പറയുന്ന മറ്റൊരു പേര്, ഷാഡോ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷാഡോ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒപ്റ്റിമം പ്രൈസ് ഉണ്ട്, ആ ഒപ്റ്റിമം പ്രൈസ് അല്ലാതെ നമ്മൾ ഒരു അഡീഷണൽ കോൺസ്ട്രെയിൻറ്റ് അല്ലെങ്കിൽ അഡീഷണൽ റിസോഴ്സ് ബൈ ചെയ്ത് കഴിഞ്ഞാൽ, അക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ, യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒപ്റ്റിമം പ്രൈസിൽ ഉണ്ടാകുന്ന വ്യത്യാസം മനസ്സിലാക്കുക, അതാണ് ഷാഡോ പ്രൈസ്. മനസ്സിലാക്കുക? ഷാഡോ പ്രൈസ് എന്ന് പറഞ്ഞത് നമ്മൾ അഡീഷണൽ റിസോഴ്സ് ബൈ ചെയ്താൽ എങ്ങനെയാണ്, അഡീഷണൽ റിസോഴ്സ് ബൈ ചെയ്താൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഒപ്റ്റിമം പ്രൈസിൽ വ്യത്യാസം വരുന്നത്? അഡീഷണൽ റിസോഴ്സ് ബൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രൈസിനെയാണ് നമ്മൾ ഷാഡോ പ്രൈസ് എന്ന് പറയുന്നത്. ഷാഡോ പ്രൈസിന്റെ മറ്റൊരു പേര് എന്ന് പറയുന്നത് ഡ്യുവൽ പ്രൈസ്. സോ in linear programming, shadow price is known as dash price, dual price. Among the following ratios, which one is liquidity ratio? What do you mean by liquidity? Liquid position. Liquidity എന്ന് പറഞ്ഞാൽ എന്താണ്? The ability to meet short term obligations. അതിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കറണ്ട് അസറ്റ്സ് നമുക്ക് നല്ല രീതിയിൽ ഉണ്ടെങ്കിലാണ് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ലിക്വിഡായിട്ട് ക്യാഷ്, ലിക്വിഡ് എമൗണ്ടിൽ നമുക്ക് അക്യൂർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനായിട്ട് എത്ര പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതാണ് ലിക്വിഡിറ്റി റേഷ്യോ. സോ ക്വിക്ക് റേഷ്യോ ആണോ, ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ആണോ, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആണോ, ഡെറ്റ് റേഷ്യോ ആണോ? സോ നമുക്കറിയാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ക്വിക്ക് റേഷ്യോ. ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്നതിന്റെ ഫോർമുല എന്താണ്? ക്വിക്ക് റേഷ്യോ ഇസ് ഈക്വൽസ് ടു കറണ്ട് അസറ്റ് മൈനസ് ഇൻവെന്ററി ബൈ കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റുകളാണ് അല്ലെ, അപ്പൊ കറണ്ട്, അപ്പൊ നമ്മളുടെ ക്വിക്ക് റേഷ്യോ ആണ് ഇതിന്റെ ഈ ഒരു ഓപ്ഷനിൽ നിന്നും ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, കാൽക്കുലേറ്റ് ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ. മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഈസ് 200 ആൻഡ് ഡിവിഡൻഡ് പെർ ഷെയർ ഈസ് ₹10. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ ഈസ് ഈക്വൽസ് ടു ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ market price per share is equals to
10 ഡിവൈഡഡ് ബൈ എത്രയാണ് ഇൻറ്റു 100 ഉണ്ട്. 10 ഡിവൈഡഡ് ബൈ 200 ഇൻറ്റു 100 ഈസ് ഈക്വൽസ് ടു 5. 5 ആണ് ആൻസർ. സോ ദ ആൻസർ ഈസ് 5. The portion of raw material which has been destroyed in the manufacturing process but which can be used again in manufacture as raw material or sold as seconds. അതായത് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് ലോസ്റ്റ് ആയി പോയി അല്ലെങ്കിൽ ഡിസ്ട്രോയ് ആയി പോയ പ്രോഡക്റ്റ്, അതിനെ റോ മെറ്റീരിയൽ, അതിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? റീയൂസ് ചെയ്യുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളതിനെ പറയുന്ന പേരെന്ന് പറയുന്നത് സ്ക്രാപ്പ് ആണോ, ഡിഫക്റ്റീവ് ആണോ, വേസ്റ്റേജ് ആണോ, സ്പോയിലേജ് ആണോ? നമുക്ക് റീയൂസബിൾ ആയിട്ടുള്ളതാണ് സ്ക്രാപ്പ്. ഫോർ എക്സാമ്പിൾ മെറ്റൽസ് അല്ലെ, മെറ്റല് നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റിയിട്ടാണെങ്കിലും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പ്ലാസ്റ്റിക് അതൊരു സ്ക്രാപ്പാണ് അല്ലെ, പ്ലാസ്റ്റിക് കളക്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും, മറ്റ് ഫോംസിലേക്ക് മാറ്റിയിട്ട് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സ്ക്രാപ്പ് എന്ന് പറയുന്നതാണ്. റീയൂസബിൾ എന്ന് കണ്ടാൽ അതിൻ്റെ ഉത്തരം സ്ക്രാപ്പ് ആണ്. ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോഡക്റ്റ് എന്തിനാണോ അത് മേക്ക് ചെയ്തിരിക്കുന്നത് അതിൻ്റെ യൂസ് അതിനില്ല, അത് ഡിഫക്റ്റ് പ്രോഡക്റ്റ് ആണ്, നമുക്കിനി യൂസ് ഇല്ല അത്. ദെൻ വേസ്റ്റേജ്. വേസ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയം മാനുഫാക്ചറിങ് പ്രോസസ്സിൽ എന്താണ് അതിന് വേസ്റ്റ് സംഭവിച്ചു, ഇനി അത് നമുക്ക് ഉപയോഗപ്രദമല്ല. സ്പോയിലേജ്. സ്പോയിലേജ് കൂടുതൽ എപ്പോഴാണ് ഉണ്ടാകുന്നത്? ട്രാൻസ്പോർട്ടേഷൻ്റെ ഒക്കെ സമയത്ത്. ഇപ്പോൾ ഓയിൽ പോലത്തെ സാധനങ്ങളാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത് എന്താണ് അത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ അതാണ് സ്പോയിലേജ് എന്ന് പറയുന്നത്. സോ ദ ആൻസർ റീയൂസബിൾ എന്ന് പറയുന്നത്, സോൾഡ് ആസ് സെക്കൻഡ്സ് ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നത് ഏതാണ്? സ്ക്രാപ്പ് ആണ്. ദ നെക്സ്റ്റ്, സോ ദ ആൻസർ ഈസ് സ്ക്രാപ്പ്. നെക്സ്റ്റ്, ദ സിസ്റ്റം ഓഫ് സ്റ്റോക്ക് ടേക്കിംഗ് ഇൻ വിച്ച് physical verification of each and every item of stock is made a number of times each year by a team of persons. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു സ്റ്റോക്ക് ടേക്കിങ്ങിൻ്റെ ഒരു ടൈപ്പ് ഓഫ് സ്റ്റോക്ക് ടേക്കിംഗ് ആണ്. അവിടെ ഒരുപാട് പ്രാവശ്യം അല്ലെ, ഒരു വർഷത്തിൽ തന്നെ ഒരുപാട് പ്രാവശ്യം നമ്മൾ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് ദ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. എത്രയുണ്ടെന്ന് എണ്ണി തിട്ടപ്പെടുത്തുന്ന ഒരു പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് എന്ത്? പെർപ്പച്വൽ ഇൻവെന്ററി സിസ്റ്റം ആണോ, ആനുവൽ സ്റ്റോക്ക് ടേക്കിംഗ് ആണോ, കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ് ആണോ, പീരിയോഡിക് ഇൻവെന്ററി സിസ്റ്റം ആണോ? പെർപ്പച്വൽ ഇൻവെന്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് റിയൽ ടൈം ആയിട്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ സ്റ്റോക്ക് കൂടുമ്പോഴും കുറയുമ്പോഴും ഒക്കെ അതാത് സമയങ്ങളിൽ നമ്മൾ അതിനെ റെക്കോർഡ് ചെയ്ത് വെക്കുക. ഇപ്പം നമ്മളെങ്ങനെയാണ് സോഫ്റ്റ്വെയർസിൻ്റെ ഹെൽപ്പോട് കൂടി നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. എന്തിനാണ്? നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻ, കറക്റ്റ് ഡേറ്റ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ, കറക്റ്റ് ആയിരിക്കണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പെർപ്പച്വൽ ഇൻവെന്ററി സിസ്റ്റം ചെയ്യുന്നത്. അത് എപ്പോഴാണോ സ്റ്റോക്കിൽ വേരിയേഷൻസ് ഉണ്ടാകുന്നത് അപ്പോൾ മാത്രം ചെയ്യുന്ന ഒന്നാണ്. ആനിമൽ സ്റ്റോക്ക് ടേക്കിംഗ് എന്ന് പറഞ്ഞാൽ ആനിമൽസിനെ എത്ര ആനിമൽസ് ഉണ്ടെന്ന് നോക്കുന്നത്. അപ്പോൾ അതല്ല നമ്മുടെ ഉത്തരം. കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ്. കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് പല പ്രാവശ്യം നമ്മൾ സ്റ്റോക്ക് എണ്ണി തിട്ടപ്പെടുത്തുന്ന ഒരു സിസ്റ്റമാണ് കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ്. പീരിയോഡിക് ഇൻവെന്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഒരു ഫിക്സഡ് പീരീഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ, ഇപ്പോൾ ചോദിക്കുന്നതെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മന്ത്ലി ബേസിസിൽ, ക്വാർട്ടർലി ബേസിസിൽ അല്ലെങ്കിൽ ഇയർലി ബേസിസിലാണ് സ്റ്റോക്ക് നമ്മൾ നോക്കുന്നത് എങ്കിൽ പറയുന്ന പേര് പീരിയോഡിക് ആണ്, കൃത്യമായൊരു പീരീഡ്. സോ ഇവിടെ എന്ന് പറയുമ്പോൾ ഉത്തരം എന്താണ്? കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ് ആണ്. നമ്പർ ഓഫ് ടൈംസ് നോക്കുന്നത് കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ സെറ്റ് എക്സാമിൻ്റെ റിസൾട്ടാണ്. ഒത്തിരി കുട്ടികളാണ് നമ്മുടെ സെറ്റ് എക്സാം എഴുതിയിട്ട് CCയിൽ നിന്ന് പഠിച്ച് സെറ്റ് എക്സാം പാസ്സായിട്ടുള്ളത്. നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ഫോട്ടോയും ഒക്കെ ഇതുപോലെ വരുവാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്കും നല്ല രീതിയിൽ പഠിച്ച് നല്ല മികച്ച അധ്യാപകരോടുകൂടി പഠിച്ച് നല്ല രീതിയിൽ സെറ്റ് എക്സാം നല്ല മാർക്കോടുകൂടി തന്നെ പാസ്സാകുവാനായിട്ട് സാധിക്കും. എല്ലാവരും ഒട്ടും സമയം കളയാതെ എത്രയും പെട്ടെന്ന് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുക.